ഞാൻ ഫ്രഷർ ആണ്, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. മാം ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ പറ്റിയത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഇതൊരു ബെസ്റ്റ് ഡെസിഷൻ ആയിട്ട് ഞാനിപ്പം വിചാരിക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ് മാം. നീതൂസ് ജോയിൻ ചെയ്ത് റീഡിങ് നമ്മൾ ആദ്യം ചെറിയ മെറ്റീരിയൽസിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഐഡിയ മനസ്സിലായത്. എന്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, നീ എവിടെയെങ്കിലും നോക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു നീതൂസിൽ ഇങ്ങനെ ഞാൻ കണ്ടു, അത് നല്ല, അതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിയാണ്, അതിൽ ചേർന്നാൽ നമ്മൾ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഫസ്റ്റ് എ പാർട്ട് ഞാൻ ഭയങ്കര സ്പീഡിലാണ് കഴിഞ്ഞത് എല്ലാവരെക്കാളും മുമ്പേ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ റീഡിംഗിൽ നീതൂസിൽ വന്നിരുന്നു. ഞാൻ എക്സ്ക്ലൂസീവ് നീതൂസിന്റെ പ്രൊഡക്റ്റ് ആണ്. റീഡിംഗ് എനിക്ക് 400 ഉണ്ട് മാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നീതൂസിൽ തോന്നിയ ടൈം മാനേജ്മെന്റ്. നമുക്കിപ്പോ ഷിഫ്റ്റ് ഡ്യൂട്ടി എല്ലാം ഉള്ളപ്പോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. റീഡിംഗിൽ 470 ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊരു വിശ്വാസം ആ തുടക്കത്തിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞത് പോലെ തന്നെ ട്രെയിനേഴ്സ് ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. നിതൂസ് അക്കാഡമിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. Your motivation made me to lead into this success. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ട്രെയിനേഴ്സിനോട് എല്ലാം പറയായിരുന്നു, എന്നെ കൊണ്ട് ഇതാവുന്നു തോന്നുന്നില്ല. നമ്മൾ വീട് പോയാൽ അവരുണ്ട് താങ്ങാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റും. ഒരുപാട് നന്ദിയാണ്. ഞാൻ എനിക്കത് പറഞ്ഞിരിക്കുന്ന പഠിപ്പിക്കുന്നതിന് എനിക്കറിയില്ല. അത്ര നന്ദി. ഇനി നീതൂസ് അക്കാദമി ഓഫ്ലൈൻ ആയാലും അതൊക്കെ ഇനി വളർന്ന് ഒത്തിരി പോകും. കാരണം ഒത്തിരി പിള്ളേരുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഒത്തിരി നന്ദി മാം. ഓൾമോസ്റ്റ് ഒരു 5 times വേറെ ഒക്കെ അക്കാഡമിയിൽ നിന്ന് എഴുതിയിട്ട് കിട്ടാതായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇവിടുത്തെ ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ ചേച്ചിക്ക് കിട്ടി. അങ്ങനെ എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറുന്നത് തന്നെ. മാമിനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ആ ഒരു നല്ല ഡിസിഷന്. ഞാൻ വയനാട് ആ ദുരന്തത്തിന് 4 ദിവസവും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹോറിബിൾ ആണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ അതിന് തന്നെ ഒത്തിരി മാമിനെ ദൈവം അനുഗ്രഹിക്കും. ഇനിയും ഒരുപാട് അനുഗ്രഹിക്കും ഞാൻ പറയും. ഓൾറെഡി 5-ാം തീയതി നീതൂസിലെ ഓഫ്ലൈൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ചിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും, വയനാട്ടിലോട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നമ്മൾ ഗംഭീരമായിട്ടൊന്നും ഓഫ്ലൈൻ്റെ ഇനോഗ്രേഷൻ ഒന്നും നമ്മൾ നടത്തിയില്ല. അപ്പൊ അതിന്റെ ഒരു ബ്ലെസ്സിങ്ങും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കുടുംബത്തോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നോളം ആളുകളെ സഹായിച്ചിട്ട് ആരും താഴോട്ട് പോയിട്ടില്ല. ഉണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ? നമ്മൾ കൊടുക്കും തോറും വളരത്തേ ഉള്ളൂ. ഗുഡ് ഈവനിങ്. അപ്പോൾ വീണ്ടും നമ്മളൊരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് വീണ്ടും സൂമിൽ വന്നേക്കുവാണ്, അല്ലേ? യെസ്, ഇതുപോലെ ഒരുപാട് സൂം ക്ലാസ്സസിൽ ഇരുന്നാണ് ഇന്നൊരു വിന്നറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എക്സൈറ്റഡ് ആണോ? യെസ്, എക്സൈറ്റഡ് ആണ്, ഹാപ്പി ആണ്. യെസ്. ഓക്കെ, we will start with Abby. Yes, Abby. Hi ma'am. Hi Abby. Tell me Abby, എന്താ തോന്നുന്നേ? ഭയങ്കര എക്സൈറ്റഡ് ആണോ? ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. യെസ്. ഞാൻ ആദ്യം ഒരു കോച്ചിങ് ഒന്നും ഇല്ലാതെ റീഡിങ്ങിനും നമ്മുടെ സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും മാത്രം കോച്ചിങ് ചെയ്തിട്ട് പോയതാണ്. ഞാൻ ഫാർമസി ആയതുകൊണ്ട് എനിക്ക് 1 സിറ്റിംഗിൽ ഫുൾ ബി വേണമായിരുന്നു. ഫാർമസിസ്റ്റ് ആണ്, അല്ലേ? അതെ. അപ്പൊ ഞാൻ കറന്റ് യുകെയിലാണ്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എഴുതിയപ്പം എനിക്ക് 320 ആയിരുന്നു റീഡിങ്ങിന്. ബാക്കിയെല്ലാം ഞാൻ പാസ്സായി. അതിനുശേഷം ഒന്നും കൂടെ എഴുതി. അപ്പം റീഡിങ്ങും പോയി, ലിസണിങ്ങും പോയി. അത് ഓരോ 2 മാർക്ക് വെച്ച്. തേർഡ് ടൈമിലാണ് നീതൂസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം എന്റെ സ്കോർ 370 ആയി റീഡിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ടഫ്. അപ്പം 4th ടൈമില് വീണ്ടും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് 470 കിട്ടി. യെസ്, 470 ആണ് റീഡിങ്ങിന്റെ സ്കോർ. യെസ് എബി, ഒരുപാട് സന്തോഷം. 470 റീഡിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു സ്കോർ അല്ല, ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. യു ഇൻവെസ്റ്റഡ് എ ലോട്ട് ആൻഡ് ഫൈനലി യു ക്രാക്ക്ഡ് വിത്ത് എ. സോ ഇപ്പൊ സ്കോർ കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേർണിനെ പറ്റി പറയുമ്പോൾ? അതെ, ഏറ്റവും പേടി റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു. അങ്ങനെയാണ് എന്റെ വൈഫിന്റെ ഫ്രണ്ട് പറയുന്നത്. പുള്ളിയും ഇങ്ങനെ ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നീതൂസിൽ ജോയിൻ ചെയ്ത് റീഡിങ് നമ്മൾ ആദ്യം ചെറിയ മെറ്റീരിയൽസിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് പോയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഐഡിയ മനസ്സിലായത്. അപ്പൊ സി പാർട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ പിന്നീട് ഇത് ട്രെയിൻ ചെയ്ത് എനിക്ക് വളരെ ഈസി ആയി മാറിയത്. ഞാൻ എന്നിട്ട് എക്സാമിന് 2-3 മിനിറ്റ് മുമ്പേ കഴിഞ്ഞു. സി പാർട്ടും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഫസ്റ്റ് എ പാർട്ട് ഞാൻ ഭയങ്കര സ്പീഡിലാണ് കഴിഞ്ഞത് എല്ലാവരെക്കാളും മുമ്പേ. അത് ഇവിടുത്തെ ഈ നമ്മുടെ പാർട്ട് എയുടെ മെറ്റീരിയൽസ് ഞാൻ ഒരു 3-4 വെച്ച് 45 മിനിറ്റ്സ് 1 അവറിനുള്ളിൽ പെട്ടെന്ന് ചെയ്തു തീർക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സ്പീഡ് കൂടി. അങ്ങനെ
അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി റീഡിങ്ങിൽ നീതൂസിൽ വന്നതിന്. യെസ്, ഒരുപാട് സന്തോഷം എബി. സോ എനിക്ക് തോന്നുന്നു വിന്നേഴ്സ് മീറ്റില് ഫാർമസിസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വന്ന ആള് എബിയാണ്. കാര്യം നമ്മൾ വളരെ റീസെന്റ് ആയിട്ടാണ് ഫാർമസിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സന്തോഷം, ഇതൊരു നല്ല തുടക്കമാവട്ടെ. Yeah. Okay. So we will continue with Shintu. Yes, Shintu, Saju. Yes, Shintu. ഒരുപാട് സന്തോഷമുണ്ട് മാം. ഞാൻ ആണ് എന്റെ ഫസ്റ്റ് കോച്ച്. ഞാൻ എക്സ്ക്ലൂസീവ് നീതൂസിന്റെ പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും അഡ്മിൻസ് ആണെങ്കിലും. എല്ലാരോടും പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നന്ദി മാത്രം ഉള്ളു മാം. പിന്നെ എന്റെ ചേച്ചി വഴിയിട്ടാണ് ഞാൻ നീതൂസിനെ കുറിച്ച് അറിയുന്നത്. അവളും ഇവിടെ പഠിച്ചതാണ്. ചേച്ചി ഇവിടെ പഠിച്ച ആളാണ്. ഓക്കെ, ഫൈൻ. ഇവിടെ വന്നിട്ടാണ് അവള് 2-3 പഠിച്ചായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാനിങ്ങനെ ഞാൻ ഫ്രഷർ ആണ് മാം, ഈ വർഷം പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അപ്പം OET ചെയ്യണമെന്നുണ്ടായിരുന്നു ജോലിക്ക് ചെയ്യുന്നതിന് മുമ്പേ. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോ അവളാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് നീതൂസ് പഠിച്ചാൽ മതി, എനിക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം റീഡിങ് എനിക്ക് 400 ഉണ്ട് മാം. എന്റെ ഒരു വലിയ മാം, എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ മാം പറഞ്ഞത് ഒരെണ്ണമെങ്കിലും നിങ്ങൾ 400 മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഫോട്ടോ വരണം, റെഡിൽ തന്നെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് പിന്നെ എസ്പെഷ്യലി എടുത്തു പറയാണ് എനിക്ക് റിച്ച മാമിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ എക്സാം കഴിഞ്ഞ എല്ലാ ദിവസവും സ്പീക്കിംഗ് ക്ലബിന് 4 മണിയുടെ തന്നെ കയറുമായിരുന്നു. സ്പീക്കിംഗ് ക്ലബിൽ കയറുമായിരുന്നു. ഓക്കെ, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം. മാമിന്റെ ഫ്രേസസ് ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് തൊട്ട് ജേർണിയിൽ കൂടി എല്ലാവരോടും, സണ്ണി സാറിനോടാണെങ്കിലും നീതു മാമിനോടാണെങ്കിലും എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ പറ്റിയത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെറിയൊരു എഫേർട്ട് നിങ്ങൾ ഇടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നീതൂസ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നീതൂസിൽ തന്നെ ചേർന്ന് പഠിക്കുക. കാരണം ഭയങ്കര എഫക്റ്റീവ് ആണ്. ഞാൻ അത്ര എഫേർട്ട് ഇട്ട് പഠിച്ച ഒരാളൊന്നും അല്ല. ഇവിടുത്തെ മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടൊക്കെയാണ് ഞാൻ പാസ്സായതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ എല്ലാവരും ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച് ഷിൻഡു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫ്രഷർ ആണ്. ചേച്ചി പറഞ്ഞിട്ടാണ് നീതൂസിൽ വന്നത്. കിട്ടുമെന്ന് ഉറപ്പായിട്ടും ചേച്ചി പറഞ്ഞു. ഇന്ന് അത് ഒരു സത്യമായിട്ട് മാറിയേക്കും അല്ലെ? യെസ്, ഒരുപാട് സന്തോഷം. അപ്പൊ റൈറ്റിങ്ങിന് 400 മേടിച്ച ഒരാളാണ്, അതും ഫസ്റ്റ് അറ്റംപ്റ്റില്. ഒരുപാട് അഭിമാനം. ഓക്കെ, യെസ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. Thank you so much, Shintu. Okay, we'll move on with Darshana. Yes, Darshana, are we? Good evening, ma'am. Good evening, Darshana. പറഞ്ഞേ, എന്താ തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? എന്താ തോന്നുന്നേ? ഒരുപാട് സന്തോഷമുണ്ട് മാം. ഓക്കെ, നീതൂസ് അക്കാദമിയുടെ ഒരുപാട് കടപ്പാടുണ്ട്. സ്പീക്കിങ്ങിനും ലിസണിങ്ങിനുമാണ് ഹയസ്റ്റ് സ്കോർ. എത്രയുണ്ട് സ്കോർ പറഞ്ഞേ? സ്പീക്കിങ്ങിന് 380, ലിസണിങ് 370. ഏറ്റവും ടഫ് ആയിട്ടുള്ള 2 മൊഡ്യൂൾസിന് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയേക്കും അല്ലെ? യെസ്, ഒരുപാട് സന്തോഷം. യെസ്, അതിന് ഞാൻ നീതൂസിന്റെ ട്രെയിനേഴ്സിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു മാം. ഓക്കെ, ട്രെയിനേഴ്സ് നമ്മൾ പറയുന്ന ടൈമില് നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എക്സാമിന് പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിക്കാറുണ്ട്. ആ സമയത്ത് ചോദിക്കാറുണ്ട് ഏത് അക്കാദമിയിലാണ് പഠിക്കുന്നതെന്ന്. അപ്പൊ നീതൂസ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കമന്റേ ഉള്ളൂ, നീതൂസ് പൊളിയല്ലേ എന്ന്. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് മാം. എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം ദർശന. നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നത് ദർശന പറഞ്ഞു. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ? ഒരുപാട് ആളുകളുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ് അല്ലെ? ഞാൻ വർക്ക് ചെയ്യുന്നു, 12 hour ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ സൗദിയിലാണ്, കുവൈറ്റിലാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു GCC കൺട്രിയിലാണ്, ഞാൻ ഇത്രയും വർക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നടക്കുമോ, അതുകൊണ്ട് പതുക്കെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് ദർശന ഇപ്പൊ പറഞ്ഞത്. യെസ്, ഇറ്റ് ഇസ് പോസിബിൾ അല്ലെ? ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. വി വിൽ മൂവ് ഓൺ വിത്ത് ഷിജു. യെസ് ഷിജു PB. ഹായ്, ഗുഡ് ഈവനിങ്. പറഞ്ഞേ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, എനിക്കൊരു മടി ഉണ്ടായിരുന്നത് സ്പീക്കിംഗ് ആയിരുന്നു. സത്യത്തിൽ നമ്മളെ ഇൻഡിവിജ്വൽ ക്ലാസ് തുടങ്ങിയപ്പോ 1-2 ക്ലാസ് ഞാൻ തന്നെ സ്കിപ്പ് ചെയ്തു, സംസാരിക്കാനുള്ള മടി കാരണം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് സ്പീക്കിംഗിലാണ്. 380 ആണ് സ്പീക്കിംഗിന് സ്കോർ. ഓക്കെ, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റി, നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. അപ്പൊ സ്പീക്കിങ്ങിന് പേടിയായിരുന്നു എന്ന് പറഞ്ഞു. സ്പീക്കിങ്ങിന് സ്കോർ എത്രയാണ്? 380 അല്ലെ? 380 സ്കോറോട് കൂടെ പാസ്സായേക്കുവാണ്. എനിക്ക് പിന്നെ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നീതൂസിൽ തോന്നി ടൈം മാനേജ്മെന്റ്. നമുക്കിപ്പോ ഡ്യൂട്ടി, ഷിഫ്റ്റ് ഡ്യൂട്ടി എല്ലാം ഉള്ളപ്പോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു നീതൂസിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ്. ഞാൻ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിനുള്ള സാധ്യത കുറവാണ്. വേറെ ആരെങ്കിലും നമ്മൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് തന്ന് നമ്മൾ പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ റയർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ഷിജു. നമ്മളിതൊരു ഒരു ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടും ഒരു പാഷൻ ആയിട്ടും കാണുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും വളരെ കൂടുതലായിരിക്കും. ഒരുപാട് സന്തോഷം. എടുത്തു പറയേണ്ടത് നീതൂസിനോടൊപ്പമുള്ള നീതൂസിന്റെ ട്രെയിനേഴ്സിനെ തന്നെയാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ ഒരു എൻകറേജ്മെന്റും നിങ്ങളുടെയൊക്കെ ഒരു ഇങ്ങനത്തെ ഉള്ള വേർഡ്സ് ആണ് നാളെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് നീതൂസിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഒരുപാട് സന്തോഷം ഷിജു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഓക്കെ, യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് റെജി കുമാർ. യെസ് റെജി. യെസ്, രണ്ടുപേരും ഒരുമിച്ച് വന്നു. ഇന്ന് രണ്ടുപേരും വിന്നർ ആയിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. യെസ് റെജി, പറഞ്ഞേ, എന്താ തോന്നുന്നു? ഈ പറഞ്ഞ ഷിജു പറഞ്ഞ കണക്ക് തന്നെയാണ്. ഞങ്ങള് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങള് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മാഡം. ഒന്നാമത്തെ കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊരു വിശ്വാസം ആ തുടക്കത്തിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞത് കണക്ക് തന്നെ ട്രെയിനേഴ്സ് ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണി സാറ്, വിനോദ് സാറ്, അങ്ങനെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ബാച്ചിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ആദ്യമൊക്കെ വിനോദ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു പേടിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്തോറും ഞങ്ങൾ തന്നെ ഒരു കോൺഫിഡൻസ് വരികയും അത് ഞങ്ങൾക്കൊരു ഫലത്തിലേക്ക് എത്താനും സാധിച്ചു. അപ്പം എന്നെ ഇതിനകത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ്, ഇപ്പം പേരെടുത്ത് പറയാനുണ്ട്, എല്ലാ ട്രെയിനേഴ്സിന്റെയും പേരെടുത്ത് പറയണം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു, പല രീതിയിലുള്ള. അപ്പൊ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയി. എക്സാം ടൈമിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയി. പിന്നെ ഷിജുവും ടിജോയും ഇവർ രണ്ടുപേരും ഞങ്ങള് ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് എഴുതി. അത് നല്ലൊരു രീതിയിൽ എത്താൻ പറ്റിയത് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റജി, അല്ലെ? നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ്, അല്ലെ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം റജി ആണെങ്കിലും ഷിജു ആണെങ്കിലും അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. നിതൂസ് അക്കാഡമിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. യെസ് റജി ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, യാ, വിൽ മൂവ് ഓൺ വിത്ത് രവീണ. യെസ് രവീണ. Yes, Ravina. Parne, good evening. Yes. So happy, ma'am. And I'm so excited to see you again, ma'am. Yes. I'm very thankful to all the trainers of the Neethus Academy, and also your motivation made me to lead into this success. And that's what the hard work and the confidence made me to this position. Okay. Thank you so much. God bless you. Okay, thank you so much. Yes. Tell me about your score. I'm in listening and writing 370. Okay. Reading 350 and speaking 380. Okay, good. Yes, okay. God bless you, dear. Okay. So we'll move on with Aparna. Yes, Aparna, പറഞ്ഞേ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയാ, എനിക്ക് വാക്കുകൾ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുന്നില്ല സന്തോഷം. ഒരുപാട്. ഞാൻ ഫ്രഷർ ആണ്, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്റെ റിസൾട്ട് പോലും വരുന്നതിന് മുന്നേ, എന്റെ പ്രാക്ടിക്കൽ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെയാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞാൻ ഭയങ്കര ടെൻഷന്റെ ആളാ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പൊ കിട്ടുമോന്ന് എനിക്ക് എന്നെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ ആണെങ്കിലും ആദ്യമൊക്കെ കുഴപ്പമായിരുന്നു, പക്ഷെ പിന്നെ ആകുമ്പോഴത്തേന് എനിക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഓരോന്ന് കഴിയുമ്പോ എനിക്ക് എന്നെ കൊണ്ട് ആവോന്ന് എനിക്ക് പേടിയായിരുന്നു. ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിയാവുമ്പോ എനിക്ക് ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സിനോട് എല്ലാം പറയായിരുന്നു, എന്നെ കൊണ്ട് ഇതാവുമെന്ന് തോന്നുന്നില്ല, എനിക്ക് പറ്റില്ല. അപ്പൊ അവര് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വീണ് പോയി കിടക്കുകയാണെങ്കിൽ അവര് നമ്മളെ അവിടുന്ന് നമ്മളെ എണീപ്പിച്ചിരുത്തി അവർ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ആണെങ്കിലും ഇവാലുവേറ്റേഴ്സ് ആണെങ്കിലും അവർക്ക് അതുപോലെ സൂപ്പർ സപ്പോർട്ടാണ്. നമ്മള് വീണ് പോയാൽ അവരുണ്ട് താങ്ങാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ ജേർണി ഫുള്ള് പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് തുടക്കം മുതൽ എനിക്ക് ഭയങ്കര ടഫ് ലിസണിങ് ആയിരുന്നു. റീഡിങ് എനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ എനിക്ക് ലിസണിങ് എനിക്ക് റിസണിങ് തിരിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വേർഡ്സ് ആയിട്ടൊക്കെ എഴുതി വെക്കുമായിരുന്നു, മെഡിസിന്റെ പേര്, പിന്നെ കിട്ടാത്ത വേർഡ്സിന്റെ മീനിങ് എല്ലാം എഴുതി അതിന്റെ മീനിങ് എല്ലാം അങ്ങനെ എല്ലാം എനിക്ക് എത്ര പറ്റുമോ ഞാനതിന്റെ മാക്സിമം എഫോർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് ലിസണിങ്ങിന് കാണാൻ പറ്റും. കാരണം എനിക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്ന ലിസണിങ് ആയിരുന്നു. എനിക്ക് ലിസണിങ്ങിന് 380 ഉണ്ട്.
എന്റെ റിസൾട്ടിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്ര എഫോർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി 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 ഹാപ്പിയാണ്. എനിക്ക് എന്നെ ഈ ഒരു മാർക്ക് കൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതിലെങ്ങനെയാ പറയാ, ഒരുപാട് 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 നന്ദിയാണ്. ഞാൻ എനിക്കത് പറഞ്ഞ് ഇങ്ങനെ ഫലിപ്പിക്കണേന്ന് എനിക്കറിയില്ല. അത്ര നന്ദി എനിക്ക് പറഞ്ഞു ഇതാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണ ഒരാളായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. യാ சாந்தி அம்மா. குட் ஈவினிங் மேம். குட் ஈவினிங். குட் ஈவினிங். எல்லாருக்கும் தேங்க்யூ சொல்றேன் மேம், ஆல் ட்ரைனர்ஸ்க்கும். ஸோ நான் அப்போ ஃப்ரெண்ட்ஸ் கிட்ட எல்லாம் கேட்கும்போது எனக்கு ரெக்கமெண்ட் பண்ணது நீதோஸ் அகாடமியை பத்தி. பட் ஐ டோன்ட் நோ எனிதிங் அபவுட் திஸ் அகாடமி. நான் ஒரு பிளாங்க் மைண்டா தான் வந்தேன். பட் வந்ததுக்கு அப்புறமா தான் தெரிஞ்சது ஒரு எல்கேஜில இருந்து ஒரு 12th ஸ்டாண்டர்ட் வரைக்கும் எப்படி நமக்கு படிப்பிச்சு கொடுக்கலாம் അങ്ങനെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. எனக்கு பயங்கர ஷாக்கா இருந்தது. அந்த கிரைட்டீரியா நம்மள மக்கப் பண்ண வைக்கிறதுல இருந்து எல்லாமே அப்படி ஃபுல் எஃபர்ட் ட்ரைனர்ஸ் கிட்ட இருந்து நமக்கு கிடைச்சது. காடோட சப்போர்ட் அதை சொல்லி ஆகணும். காடோட சப்போர்ட் ஃபுல்லா இருந்தாலும் ட்ரைனர்ஸோட சப்போர்ட். thank you so much for the Neetus family. Yeah, thank you so much Shanti. Thank you for your kind words and encouraging words. God bless you abundantly. Okay, so we'll move on with Pratibha K Mani. Yes Pratibha. Good evening ma'am. Good evening. Yes ma'am, ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ് മാമിന്റെ ഫസ്റ്റ് ക്ലാസ് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വിന്നേഴ്സ് മീറ്റിൽ വരണമെന്ന്. അത് സാധിച്ചു. പിന്നെ എനിക്ക് റീഡിംഗ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു. പക്ഷെ വന്ദന മാമിന്റെ ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഏറ്റവും പ്രശ്നം സ്പീക്കിംഗ് ആയിരുന്നു. കാരണം എനിക്ക് അറിയാത്ത ഒരാളോട് സംസാരിക്കാൻ ഭയങ്കര ടെൻഷൻ ഉള്ള ആളായിരുന്നു. അപ്പൊ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റിച്ച മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ ഇംപ്രൂവ് ആയി. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്ന മൊഡ്യൂളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. 380 സ്പീക്കിംഗിന്. എന്റെ റിവേഴ്സ് ആവുന്നത്. എനിക്ക് ഏറ്റവും പേടി സ്പീക്കിംഗ് ആയിരുന്നു, അതിന് 380. അത് കഴിഞ്ഞ് പേടി ഉണ്ടായിരുന്നു ലിസണിങ് ആയിരുന്നു, അതിന് 370. കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് ഒത്തിരി എളുപ്പമൊന്നും അല്ലായിരുന്നു എന്ന് പറയാം. ഇഷ്ടമായിരുന്നു. റീഡിങ്ങിന് 360 ആണ്. പിന്നെ റൈറ്റിംഗ് ജസ്റ്റ് 350. എല്ലാം ബി ആണ്. ഒരുപാട് സന്തോഷം കേട്ടോ പ്രതിഭ. താങ്ക് യു മാം. എനിക്ക് എല്ലാവരുടെയും പേര് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എല്ലാ മാംമാരും എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും എല്ലാ ഫാമിലി സപ്പോർട്ടും എല്ലാ ടീച്ചേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും കൊണ്ട് എനിക്കത് സാധിച്ചു. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. വിൽ മൂവ് ഓൺ വിത്ത് അനു കുര്യൻ. യെസ് അനു. ഭയങ്കര ഹാപ്പിയാണ് മാം. തന്നെ മാമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, മാമിനും അക്കാദമിക്കും. ഞാൻ ക്രാഷിനാണ് ചേർന്നത്. അപ്പൊ ഞാൻ ആദ്യം വേറൊരു അക്കാദമിയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ പഠിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. അപ്പം ഡിപ്രഷനായിട്ട് ഞാനാണെങ്കിൽ OET എക്സാം എഴുതുന്നില്ല, ഇനി വേറെ ജോലിക്ക് കയറാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെ ഞാൻ വിന്നേഴ്സ് മീറ്റ് കണ്ട് ഒരു ഇൻസ്പിറേഷൻ കേറിയാണ് ഞാൻ ഇതില് ചൂസ് ചെയ്തത്. അപ്പൊ അത് എന്റെ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് ഞാനിപ്പം വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ആണ് എനിക്ക്. പിന്നെ ഞാൻ അങ്ങോട്ട് മൊത്തത്തിൽ പോസിറ്റീവായി. ആ ഡിപ്രഷനിലുള്ള സ്റ്റേജേ പോയി. എനിക്ക് മാർക്കൊന്നും അങ്ങനെ കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് മൊത്തത്തിൽ എന്നെ കൊണ്ട് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവലിലേക്കാണ് ഞാൻ വന്നത് ഈ നീതൂസ് അക്കാദമിയിൽ വന്നതിന് ശേഷം. അപ്പൊ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാനും ഇവിടെ ഇപ്പൊ സാന്ദ്രയുണ്ട്. സാന്ദ്രയും ഞാനും ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, ഒരുമിച്ചാണ് ജോബിന് പോയപ്പോഴും എക്സ്പീരിയൻസും ഒക്കെ ആക്കി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് OET പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം അങ്ങനെ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഒരുമിച്ച്, കാരണം അങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ എഴുതുമ്പം ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് കിട്ടാതെ വരിക, അങ്ങനെ ഒരു എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി ഒരുമിച്ച്. അപ്പൊ അതിലാണ് ഏറ്റവും സന്തോഷം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റും എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ്. സോ എക്സൈറ്റഡ് ആണല്ലേ? ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പൊ എനിക്ക് ഏറ്റവും പാടെന്ന് വെച്ചാൽ സ്പീക്കിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്പീക്കിങ്ങിനൊക്കെ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ സ്പീക്ക് ചെയ്യാൻ പോയിരുന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പം
അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പാടാണ്. ഇപ്പൊ നമ്മുടെ ഈ അക്കാദമിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് രമ്യ മാം ആയിരുന്നു. അപ്പൊ മാം എപ്പോഴും എന്നോട് നിർത്താതെ സംസാരിക്കും എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എക്സാമിന് പോയപ്പോഴും എനിക്ക് എക്സാം കാർഡൊന്നും മനസ്സിലായൊന്നുമില്ല. പക്ഷെ ഞാൻ നിർത്താതെ സംസാരിച്ചു, അവസാനം വരെ നിർത്താതെ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ 380 ആണ് എനിക്കും സ്കോർ കിട്ടിയത് സ്പീക്കിങ്ങിന്. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ എനിക്ക് ഈ സ്കോർ കിട്ടിയോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് മാം. ഒരുപാട് താങ്ക്സ്. ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ വിളിച്ച് സ്പീക്കിംഗ് ചെയ്യിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അനുവിനെ ഓർമ്മ വന്നത്. ഓക്കെ അനു, ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു എക്സാമിന്റെ ഒരു 2 ദിവസം മുന്നേയും ലൈവായിട്ട് സ്പീക്കിംഗ് ചെയ്ത് കറക്ഷൻസ് പറഞ്ഞിരുന്നു അനുവിനെ. ഓക്കെ 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 യെസ്, ഒരുപാട് സന്തോഷം അനു. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് സാന്ദ്രനെ വിളിക്കാൻ തോന്നുന്നു അല്ലെ? യെസ്, സാന്ദ്ര വെയിറ്റ് ചെയ്തിരിക്കുക. യെസ് സാന്ദ്ര പറഞ്ഞേ. ഒത്തിരി സന്തോഷം. അതിൽ തന്നെ ഇപ്പൊ അനു പറഞ്ഞ പോലെ ഞങ്ങള് രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. നേഴ്സിംഗ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അതെ, നേഴ്സിംഗ് 4 വർഷം ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പൊ OET ഒരുമിച്ച് എഴുതിയിട്ട് ഒരുമിച്ച് ജയിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. അത് രണ്ടുപേർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ് മാർക്കും ഒക്കെ കിട്ടിയേക്കണത്. അപ്പൊ അതിലൊത്തിരി സന്തോഷം. പിന്നെ ഞാൻ ദൈവത്തിന് തന്നെയാണ് ആദ്യം നന്ദി പറയണേ. കാരണം എന്റെ റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. കാരണം എനിക്ക് ഇവിടെ നീതുസി പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് റീഡിങ് അത്യാവശ്യം നല്ല എളുപ്പമുള്ളൊരു ഇതായിരുന്നു. എനിക്ക് ജയിക്കാൻ പറ്റി, അതിലൊത്തിരി സന്തോഷം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് നീതുസ ഫാമിലിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഞാൻ ഇതുപോലെ നേഴ്സിംഗ് കഴിഞ്ഞ എക്സ്പീരിയൻസിന് കയറി ഉടനെ തന്നെ ഞങ്ങൾ OET പഠിക്കാനായിട്ട് ഞാൻ പോന്നു. അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒത്തിരി തിരക്കി. അപ്പൊ ഒത്തിരി വേറെ വേറെ അക്കാദമിയുടെ ഒക്കെ കാര്യം വന്നു. അപ്പൊ ഞാനിങ്ങനെ ഷോർട്സ് കണ്ടാണ് നീതുസിലോട്ട് ഞാൻ വരുന്നത്. അപ്പൊ നീതുസിൽ ഇങ്ങനെ ആലോചിച്ച് ഇവിടെ കയറണോ, ഒന്നും ഒരു അറിവൊന്നും ഇല്ല, ആരും പറഞ്ഞാണെങ്കിൽ എനിക്ക് അറിവില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, നീ എവിടെയെങ്കിലും നോക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു നീതുസിൽ ഇങ്ങനെ ഞാൻ കണ്ടു. അത് അതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിയാണ്, അതിൽ ചേർന്നാൽ നമ്മൾ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, അപ്പൊ തന്നെ ഞാൻ പേയ്മെന്റും ചെയ്ത് ജോയിൻ ചെയ്തേ. അതിൽ നിന്നും എന്താ പറയാ, അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി എടുത്ത്. ഇനി നീതുസ് അക്കാദമി ഓഫ്ലൈൻ ആയാലും അതൊക്കെ ഇനി വളർന്ന് ഒത്തിരി പോകും. കാരണം ഒത്തിരി പിള്ളേരുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഒത്തിരി നന്ദി മാം. ഒരുപാട് സന്തോഷം സാന്ദ്ര. ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇപ്പൊ സാന്ദ്ര പറഞ്ഞു. ഒരുപാട് സ്റ്റുഡൻസിന്റെ പ്രെയർ ഉണ്ട്, അതൊരു വലിയ സത്യമാണ്. അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഓരോ ദിവസവും ഇത്ര അധികം സ്റ്റുഡൻസ് പാസ്സായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇനിയും ഉണ്ടാവണം. ഇപ്പം സാന്ദ്ര പറഞ്ഞതുപോലെ ഓൾറെഡി 5-ാം തീയതി നീതൂസിലെ ഓഫ്ലൈൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ചിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും, വയനാട്ടിലോട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നമ്മൾ ഗംഭീരമായിട്ടൊന്നും ഓഫ്ലൈൻ്റെ ഇനോഗ്രേഷൻ ഒന്നും നമ്മൾ നടത്തിയില്ല. അപ്പം അതും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികം അല്ലെ, നമ്മുടെ പരിധിക്കപ്പുറം നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ അതിന്റെ ഒരു ബ്ലെസ്സിങ്ങും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കുടുംബത്തോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നോളം വേറെ ആളുകളെ സഹായിച്ചിട്ട് ആരും താഴോട്ട് പോയിട്ടില്ല, ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ കൊടുക്കും തോറും വളരത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് നീതൂസിലുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു കോൺട്രിബ്യൂഷന്റെ പാർട്ടാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട അത് നീതൂസ് അങ്ങനെയല്ല, നമ്മുടെ കോൺട്രിബ്യൂഷൻ ആണത്. അതിന്റെ ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ഇതിൽ ഓരോ ഫാമിലി മെമ്പേഴ്സിലോട്ടും എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ദൈവം ഇനിയും നമ്മളെ മുന്നോട്ട് ദൈവം തന്നെയാണ് നടത്തേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരുപാട് സന്തോഷം സാന്ദ്രയുടെ ഓരോ വേർഡ്സും വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആ സാന്ദ്ര പറഞ്ഞ. അനു ആണെങ്കിലും സാന്ദ്ര ആണെങ്കിലും എഗൈൻ ഫ്രഷേഴ്സ് ആണ്, ഇവിടെ എത്തി ഇന്ന് ഒരുമിച്ച് വിന്നറായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് ആളുകൾ ഇനിയും ഡിസിഷൻസ് എടുക്കാനുണ്ട്, ഇങ്ങനെ സാന്ദ്രനെയും അനുവിനെയൊക്കെ പോലെ കേട്ടാ. ഒത്തിരി സന്തോഷം. ഒത്തിരി പേരും പറയുന്നത് ഇതൊരു ഓൺലൈനിലല്ലേ, അപ്പൊ എങ്ങനെയാ നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റുമോ? അതാണ് മിക്കവരുടെയും ഒരു ടെൻഷൻ. പക്ഷെ അതെനിക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ പപ്പ പറയുമായിരുന്നു, മോനെ നീ നേഴ്സിംഗ് ഒക്കെ ആണെങ്കിലും ക്ലാസ് ഇരുന്നല്ലേ പഠിച്ച, അപ്പൊ ഒരു
ഫോണിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്താനം പറഞ്ഞ് അതൊക്കെ പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മളിടുന്ന എഫേർട്ടും നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒരു എന്താ പറയാ അവരുടെ ഒരു എഫേർട്ടും എല്ലാം കൂടെ ചേർന്ന കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. യെസ് 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 ഗോഡ് ബ്ലെസ് യു ഡിയർ. സോ വി വിൽ മൂവ് ഓൺ വിത്ത് പാർവതി. യെസ് പാർവതി അനൽ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. പറഞ്ഞേ, എന്താ തോന്നണേ? എക്സൈറ്റഡ് ആണോ, ഹാപ്പി ആണോ, എന്ത് തോന്നുന്നു? മാം ഭയങ്കര ഹാപ്പിയാ. ഈ മൊമെന്റ് ഞാൻ ഇവിടെ നീസൂസി കയറി അന്ന് തൊട്ട് ഓർക്കുന്ന ഒരു മൊമെന്റ് ആണ് ഇങ്ങനെ വിന്നേഴ്സ് മീറ്റിൽ വരണം. ഈവൻ ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോ ഓർത്ത് ഞാൻ ഇവിടെ വന്ന് എന്താ പറയണ്ടേ. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് മാം. 4 ഇപ്പം ബി ഉണ്ട്, 4 മൊഡ്യൂളിനും ബി ആണ്. യെസ്, സ്പീക്കിംഗ് 390. യെസ്, മാം. ഓക്കെ. പിന്നെ എനിക്ക് ഭയങ്കര മാമിന്റെ ഫോട്ടോ ഞാൻ നഴ്സിംഗിന് ജോയിൻ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ട് മാം. അന്നേക്ക് ഒഴിച്ച് എന്താന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ആ ഫോട്ടോയുടെ അപ്പുറത്ത് എന്റെ ഫോട്ടോയുടെ വരുമ്പോ എന്താ പറയേണ്ടത് അറിയില്ല. അത്രയ്ക്കും ഹാപ്പിയാ മാം. എന്റെ ഫാദർ പറഞ്ഞിട്ടാ ഞാൻ ഇതില് ജോയിൻ ചെയ്യുന്നത്. എന്റെ അച്ഛൻ അറിഞ്ഞത് നീസൂസ് അക്കാദമിയെ കുറിച്ച് അച്ഛൻ ട്രെയിനിൽ പോകുമ്പോ ഒരു ഫാമിലിയെ കണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഇവിടുന്ന് നീസൂസിന്ന് ചേച്ചി കിട്ടിയ ചേച്ചി ഓൾമോസ്റ്റ് ഒരു 5 ടൈംസ് വേറെ ഒക്കെ അക്കാഡമിയിൽ നിന്ന് എഴുതിയിട്ട് കിട്ടാതായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇവിടുത്തെ ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തന്നെ ചേച്ചിക്ക് കിട്ടി. അങ്ങനെ എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറുന്നത് തന്നെ. റൈറ്റിംഗിൽ 370 ഉണ്ട് മാം. ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും മാം. എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് മാം. ഒത്തിരി സന്തോഷം പാർവതി. ഒരുപാട് സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ പാർവതി പറഞ്ഞു. ഒരുപാട് സന്തോഷം പാർവതി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നത് അല്ലെ. അച്ഛൻ ആ ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട ഒരാള് പറഞ്ഞ് എത്തി എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം എവിടെയൊക്കെ ഇരുന്നാണ് നീതൂസിനെ പറ്റി ആളുകൾ സംസാരിക്കുന്നത് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം അല്ലെ. വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഒരു കുറച്ച് ആളുകളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നീതൂസിന് സാധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതിനേക്കാളും വലിയ ഒരു എന്താ പറയട്ടെ, ഒരു അംഗീകാരം ഒന്നും ഒരു ട്രെയിനർ എന്ന നിലയിൽ എനിക്ക് കിട്ടാനില്ല കേട്ടോ. ഒരുപാട് സന്തോഷം പാർവതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് ട്വിങ്കിൾ. യെസ് ട്വിങ്കിൾ PJ. താങ്ക് യു സോ മച്ച്. ഈ വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുവായിരുന്നു. Grateful ma'am, very thankful to you and your academy. ഞാൻ വയനാട്ടിൽ നിന്നാണ്. ഫസ്റ്റ് ഞാൻ ദൈവത്തിന് തന്നെ നന്ദി പറയാണ്. ഇങ്ങനെ ഒരു നീതി അക്കാദമി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ശരിക്കും പറഞ്ഞ ഡയറക്റ്റ് ചെയ്തതിന്. അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. എന്റെ റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വയനാട് മാമിനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷിയേറ്റ് ചെയ്യാണ്. ആ ഒരു നല്ല ഡിസിഷന് ഞാൻ വയനാട് ആ ദുരന്തത്തിന് 4 ദിവസവും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹോറിബിൾ ആണ് അവിടുത്തെ കാര്യങ്ങള്. അപ്പൊ അതിന് തന്നെ ഒത്തിരി മാമിനെ ദൈവം അനുഗ്രഹിക്കും. ഇനിയും ഒരുപാട് അനുഗ്രഹിക്കും ഞാൻ പറയും. പിന്നെ എന്റെ ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നീതൂസിലെ സണ്ണി സാറ്, നീതു മാം, നയന മാം, ഫാത്തിമ മാം, മോനിഷ മാം, ഫസ്ന മാം, ഷബ്ന മാം, പ്രിയ മാം, പിന്നെ റിച്ച മാം, ഹന മാം, ക്ലെറീന മാം, ദൃശ്യ മാം, ഇനി വിട്ടുപോയൊന്നും എനിക്കറിയില്ല. എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. പിന്നെ ഈ വിന്നേഴ്സ് മീറ്റിൽ വരാൻ പറ്റുമോന്ന് ഞാനിങ്ങനെ ആദ്യം തൊട്ട് എന്റെ ഒരു ഡ്രീം ആയിരുന്നു. എനിക്കിങ്ങനെ ഒന്ന് വരാൻ പറ്റണേ, പറയാൻ പറ്റണേ എന്നൊക്കെ എനിക്കൊരു ഡ്രീം ആയിരുന്നു. അതിന് എന്നെ ദൈവം അനുഗ്രഹിച്ചു. നീതു അക്കാദമിയിൽ എനിക്ക് അതുപോലെ വന്ന് പറയാൻ പറ്റുന്നതിൽ ഒത്തിരി താങ്ക്ഫുൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാം, ഞാൻ ഇതുവരെ ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇതെന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്ത് ക്ലാസ്സിൽ കയറാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചും അത് എടുത്തു പറയേണ്ടതാണ്. ഇൻട്രോ ബാച്ച് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ഇന്റൻസീവ് ആയിക്കോട്ടെ, അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യന്റ് ആണ്, എക്സലന്റ് ആണ് അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് ഒരു കുട്ടീനെ ശരിക്കും നടക്കാൻ പഠിപ്പിച്ച് അതിനെ ഒന്ന് ഓടാൻ പഠിപ്പിച്ച് അതിനെ ശരിക്കും നിവർന്ന് നിൽക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പൈതലിനെ നമ്മൾ ഒരുക്കുന്ന പോലെ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളെ കൊണ്ടുവന്ന് ഒരു പരുവത്തിലാക്കി എക്സാമിന് വേണ്ടി വിടുവാണ്. അതിനൊരു എക്സാം ബാച്ചും കൂടെ വെച്ച് നമ്മളെ ശരി ഭയങ്കരം തന്നെയാണ്. എനിക്ക് വേറെയുള്ള അക്കാദമിന്റെ ഒരു കാര്യം അറിയത്തില്ല, പക്ഷെ ഇതിന്റെ എക്സലന്റ് സ്ട്രാറ്റജിയാണ് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും നല്ലതാണ്.
എന്നുവെച്ചാൽ ട്യൂട്ടേഴ്സിന്റെ പേഷ്യൻസ് എപ്പോ വിളിച്ചാലും എന്ത് ചോദിച്ചാലും എത്ര ബ്ലണ്ടർ പറഞ്ഞാലും നമ്മളെ അത്രത്തോളം അവർ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഓരോ ശരിക്കും പറഞ്ഞാൽ സൂം മീറ്റിങ്ങിന് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ വെച്ച ദൈവമേ ഒരു ഓഫ്ലൈൻ ആയിട്ടെങ്കിലും ഈ നീതൂസിൽ നമുക്ക് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ ഇന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവർക്ക് കെയർ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഇത് കിട്ടുമായിരിക്കും ഓഫ്ലൈൻ അല്ല, ശരിക്കും ഓഫ്ലൈൻ നമുക്ക് ടൈമില്ല, ഡ്യൂട്ടി ടൈം കൊണ്ട് ശരിക്കും ഓൺലൈൻ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു ഓഫ്ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. സ്പീക്കിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മുന്നിൽ ഒരാളെ കാണാണ്ടൊക്കെ ഇമാജിൻ ചെയ്തൊക്കെ മിററിൽ വെച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിപ്പോ പ്രൂവ് ചെയ്തിരിക്കാം മാമേ, അത് പറ്റും, സാധിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഭയങ്കര നല്ല സിസ്റ്റമാറ്റിക് ആയി പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിന് കിട്ടിയത് തന്നെ. പിന്നെ ആ മോട്ടിവേഷൻ സണ്ണി സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുമായിരുന്നേ. പക്ഷെങ്കിൽ സാറിന്റെ ഓരോ വരികളും ഇല്ലേ ശരിക്കും ഓരോ മോട്ടിവേഷൻ, ഓരോ ക്ലാസ്സും സാർ വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ വെച്ചിട്ടായിരിക്കും. ശരിക്കും സാർ പറയും കോൺസ്റ്റന്റ് ഹാർഡ് വർക്ക് വിൽ നെവർ കം ബാക്ക് വിത്ത് ആൻ എംപ്റ്റി ഹാൻഡ്. അതെന്റെ മനസ്സിൽ ഞാനിങ്ങനെ മുദ്രയിട്ട് കൊണ്ടുപോകുമായിരുന്നു. സാറിനെ അതുപോലെ സാറിനെ വിളിച്ച് എല്ലാവരെയും എക്സാമിന് മുമ്പ് വിളിച്ച് പറയാനും പ്രയത്നം വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ എക്സാമിന് പോയപ്പം എന്റെ കൂടെ അറിയില്ല, ഇത് സൂം മീറ്റിംഗ് അല്ലേ, നമുക്ക് നമ്പർ ചോദിച്ച് അങ്ങനെ മേടിക്കാൻ പറ്റുമോ, ഒരു ഫ്രണ്ട്സുമായിട്ട് അവരുടെ ഒരു സ്പീക്കിംഗ് ഡയറക്റ്റ് ചെയ്യാനോ ഒന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു ടെൻഷൻ ആയിരുന്നു. അങ്ങനെയെങ്കിലും ആരെങ്കിലും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ എക്സാമിന് പോയപ്പോ പിള്ളേർ ചോദിച്ചു ചേച്ചി എവിടെയാ കോഴ്സ് ചെയ്തത്, ഞാൻ പറഞ്ഞു ഞാൻ നീതൂസിലാ മോനെ, വേറെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ നീതൂസിലാണ് ചെയ്തത്. ചേച്ചി ഉറപ്പായിട്ടും ചേച്ചിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശരിക്കും പുറമെ നമ്മുടെ നീതൂസിനെ പറ്റിയുള്ള ഇപ്പൊ തന്നെ 6 കുട്ടികളെ ഞാൻ അതിലേക്ക് റെക്കമെൻഡ് ചെയ്ത് 2 പേര് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു മാം. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര്. ആര് ചോദിച്ചാലും നമുക്ക് നീതൂസേ ഒറ്റ വാക്കേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ആണെങ്കിലും ഡ്യൂട്ടി അറേഞ്ച് ചെയ്തും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഒറ്റ ക്ലാസ് ഒരു മിസ് ചെയ്യാതെ കയറാൻ പറ്റി. പിന്നെ അതുപോലെ ടെലഗ്രാമില് സ്പീക്കിങ്ങിനൊക്കെ റിച്ച മാമിന്റെ ഒക്കെ ഓരോ സിമ്പിൾ വേർഡ്സ് എനിക്ക് ഏറ്റവും കിട്ടിയത് സ്പീക്കിങ്ങിനാണ്. ഏറ്റവും ടെൻഷൻ അതിനായിരുന്നു. 400 എനിക്ക് സ്പീക്കിങ്ങിനുണ്ട്. പിന്നെ ബാക്കി ഒരു ലിസണിങ്ങിന് മാത്രം C+ ആയിപ്പോയി. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് C+ ആയതുകൊണ്ട് ഇനി വിന്നേഴ്സ് മീറ്റിൽ കയറാൻ പറ്റില്ലായിരിക്കും, B കിട്ടിയവരെ മാത്രമായിരിക്കും വിന്നേഴ്സ് മീറ്റിൽ എത്തുന്നത്. അപ്പോഴാണ് പറഞ്ഞില്ല, വിന്നേഴ്സ് മീറ്റിൽ വരണം, നല്ല സ്കോറാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. എല്ലാരും അനീഷ് സാറും ഒക്കെ ഒത്തിരി കൺഗ്രാചുലേറ്റ് ചെയ്തു മാം. താങ്ക് യു സോ മച്ച്. പറഞ്ഞറിയിക്കാൻ വയ്യ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ട്വിങ്കിൾ, ഒത്തിരി സന്തോഷം അല്ലെ, ഹൃദയം തൊട്ടറിഞ്ഞ വാക്കുകളാണ്. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, 400 സ്പീക്കിങ്ങിന് മേടിച്ച ഒരു കുട്ടിയാണ്. ഈ പറഞ്ഞ വയനാടിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഷിസ്ന ജോൺസൺ. ഷിസ്ന പറഞ്ഞേ, എന്താ തോന്നുന്നു? ഭയങ്കര ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലെ? യെസ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ 3 വട്ടം എഴുതിയിട്ട് 4ാമത്തെ വട്ടം അറ്റൻഡ് ചെയ്യാനാണ് നീതൂസിൽ ജോയിൻ ചെയ്തത്. അപ്പൊ 3 വട്ടം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഇനി എഴുതത്തില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്ത് നിൽക്കുകയായിരുന്നു. പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു രീതിയായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു നമുക്ക് ലാസ്റ്റ് ആയിട്ട് നീതൂസിൽ ജോയിൻ ചെയ്യാം, നീതൂസിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ അശ്വതി മാമ ആണെങ്കിലും ഒരുപാട് മോട്ടിവേഷൻ തന്ന, എപ്പോഴും എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷണൽ ഷോർട്സ് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു ലിസണിങ്ങിനൊന്നും ആരെയും ഒന്നും ഹെൽപ്പ് ചെയ്യാനില്ല, നമ്മൾ കേൾക്കും, നമ്മൾ ജസ്റ്റ് എഴുതുക, ആ ഒരു രീതി മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ലിസണിങ്ങിന് മാം എങ്ങനെ അത് മനസ്സിലാക്കണം, എന്തൊക്കെ ഗ്രാമർ നമ്മൾ നോക്കണം, എങ്ങനെ നമുക്ക് ഗസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് സന്തോഷം ഷിസ്ന. യെസ്, ഇനി ലാസ്റ്റ് എഴുത്താണ്, ഇനി ഞാൻ എഴുതത്തില്ല എന്ന് വിചാരിച്ച് നീതൂസിലെത്തിയ ആളാണ് ഇന്ന് വിന്നർ ആയിട്ട് വന്ന്. ബാക്കിയുള്ളവരോട് പറയാണ്, നിങ്ങൾ നിർത്തരുത്, ഒരു വട്ടമെങ്കിലും നീതൂസിൽ ഒന്ന് കയറി നോക്കുക, ഒരിക്കലും വിട്ട് കളയരുത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടേ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും അതൊരു ചെറിയ ഇൻസ്പിറേഷൻ അല്ല ഷിസ്ന. ഒരുപാട് ആളുകൾ 1 വട്ടം എഴുതി 2 വട്ടം എഴുതി കിട്ടാത്തപ്പോൾ ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഇനി ഞാൻ പഠിക്കണില്ല എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഇങ്ങനെ ഇല്ല, തീർന്നില്ല, 1 വട്ടവും കൂടെ ഒന്ന് എഴുതി നോക്കാൻ എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഇന്നിപ്പം ഷിസ്ന പറഞ്ഞത്. ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷം. ഇന്ന് ഒത്തിരി അല്ലെ, ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് പോയത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അല്ലെ, ഫ്രണ്ട്സ് ഒരുമിച്ച് വന്ന് പാസ്സായ രണ്ട് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒത്തിരി സന്തോഷം. തുടർന്നുള്ള ജേർണിയിലും എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ.
ഇനി നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ നീതൂസ് ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ഒരു കുടുംബത്തോടൊപ്പം. എന്നത്തോളം നമ്മളൊക്കെ ഉണ്ടോ അന്നത്തോളം നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവും. ബിക്കോസ് നമ്മളെല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. നമ്മളെ ഒന്നിനും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു ബ്ലെസ്സിങ്സോടെ ഈ ഒരു ഈ ഒരു വിന്നേഴ്സ് മീറ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ആളുകൾ ഇനിയും വരട്ടെ, ഒരുപാട് ആളുകൾ ഇനിയും വിന്നേഴ്സ് ആവട്ടെ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തി, അവിടെ എത്തി നിങ്ങളുടെ ഫാമിലി ജോയിൻ ചെയ്ത് നിങ്ങൾ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് അറിയിക്കുന്നത് വരെ ഞങ്ങളെല്ലാം ക്യൂരിയസ് ആണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും. ഗോഡ് ബ്ലെസ് യു ഓൾ അബണ്ടന്റ്ലി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് ദ ടൈം ടു വൈൻഡ് അപ്പ്. Thank you so much. Thank you so much. God bless you too. Thank you so much. Bye. Take care. Thank you.